ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏതൻ സ്റ്റോറീസ്. നിങ്ങൾക്കെല്ലാം സുഖമാണല്ലോ? ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്. ഇന്ന് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ചന്ന മസാല. ഇത് നമുക്ക് പൂരിയുടെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും വട്ടൂരയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ചന്ന മസാലയാണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക്. ചന്ന മസാലയ്ക്ക് വേണ്ടി വെള്ളക്കടല ഇത് നമുക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് 5 വിസിൽ കഴിക്കുന്നവരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും ഒരു സവാളയും 4 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 1/4 ടീസ്പൂൺ പെരുംജീരകം, ഒരു കൊച്ചു പീസ് പട്ട, 2 തക്കോലം, 2 ഗ്രാമ്പൂ, 1 ഏലക്ക, 10 കുരുമുളക്, 2 നുള്ള് കസ്കസ്, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില. ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മൾ വേവിക്കുന്നതിന് മുമ്പ് കുറച്ച് പച്ചക്കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പച്ചക്കടലയും നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ദേ നോക്കിക്കേ, നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിത് ഒരു രാത്രി കുതിർത്ത് വെച്ച കടലയായിരുന്നു. ഇങ്ങനെ ഒരു രാത്രി കുതിർത്ത് വെച്ചാൽ നമ്മുടെ കടല എളുപ്പം വേവുകയും ചെയ്യും, നമുക്ക് ഗ്യാസ് ലാഭിക്കുകയും ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചാലും പയറ് വേവിച്ചാലും കടല വേവിച്ചാലും ഒരു രാത്രി കുതിർത്ത് വെച്ചാൽ എളുപ്പം വെന്ത് കിട്ടും. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. പെരുംജീരകവും തക്കോലവും പട്ടയും കസ്കസും ഇട്ട് കൊടുക്കാം. തക്കാളിയും സവാളയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നാൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് വഴറ്റാൻ. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് ആറിയതിനു ശേഷം നമുക്ക് അരച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, ഇതിൽ നമ്മൾ പച്ചക്കടല ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ വേവിക്കാം. ഇതിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മസാല എല്ലാം കടലയിൽ പിടിക്കട്ടെ. നമ്മൾ 10 മിനിറ്റ് ചന്ന മസാല വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചന്ന മസാല നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിന്റെ ടേസ്റ്റ് നോക്കുക. ഉപ്പോ എരിവോ വല്ല കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് പാകമാണ്. ഇപ്പോൾ നമുക്കിനി കായപ്പൊടി അല്പം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും കസ്തൂരി മേത്തിയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടത്തില്ല. ഞങ്ങളുടെ ഇവിടെ കസ്തൂരി മേത്തി ഇല്ല. ചെറിയൊരു പുളിക്ക് വേണ്ടി നമുക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിൽ അരച്ചേർത്തിരിക്കുന്ന ആ കൂട്ടിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, പറയാനേ വയ്യ. ഇത് നമുക്ക് പൂരിയുടെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ഭട്ടൂരയുടെ കൂടെ കഴിക്കാം.
ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷന് കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കോളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.